തിരുവനന്തപുരത്തെ 2 പ്രധാന ആശുപത്രികളിലെ മാസ്റ്റർ പ്ലാൻ പദ്ധതികൾ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. ജനറൽ ആശുപത്രി, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ വികസന പദ്ധതികളാണ് പൂർത്തിയാകാത്തത്. സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് എന്നാണ് ആക്ഷേപം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മാസ്റ്റർ പ്ലാൻ ആവിഷ്കരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഇതിന്റെ നിർമ്മാണം പാതി വഴിയിലാണ്. ഇതിന്റെ ചില കെട്ടിട സമുച്ചയങ്ങളുടെ നിർമ്മാണം പൂർത്തിയായെങ്കിലും മറ്റ് വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴും കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന സാധാരണക്കാർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മാസ്റ്റർ പ്ലാൻ എപ്പോൾ പൂർത്തിയാകുമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. തിരുവനന്തപുരത്തെ മറ്റൊരു പ്രധാന ചികിത്സാ കേന്ദ്രമായ ജനറൽ ആശുപത്രിയുടെയും അവസ്ഥ ഇതുതന്നെയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു വികസന മുരടിപ്പിന് കാരണമാകുന്നുണ്ട്. ഇവിടെ ആശുപത്രിയുടെ വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ വിഭാവനം ചെയ്തെങ്കിലും ഇതിന്റെ പല പദ്ധതികളും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇതോടെ നഗരത്തിലെത്തുന്ന സാധാരണക്കാരായ രോഗികൾക്ക് മതിയായ ചികിത്സാ സൗകര്യം ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. മെഡിക്കൽ കോളേജിന് മാസ്റ്റർ പ്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് വിഭാവനം ചെയ്തെങ്കിലും ഇത് നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിനൊക്കെ പരിഹാരം എന്നോണം ജനറൽ ആശുപത്രിയിലെ മാസ്റ്റർ പ്ലാൻ പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ഇതും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇതിന്റെ പല പ്രവർത്തനങ്ങളും പാതി വഴിയിൽ നിലയ്ക്കുകയാണ്. ജനറൽ ആശുപത്രിയിലെ വികസനത്തിന്റെ ഭാഗമായി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടെയുള്ളവ വിഭാവനം ചെയ്തെങ്കിലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. വികസന പദ്ധതികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.